കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലായി ജുബൈലിലെ ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിൽ പുതിയ തൊഴിൽ വിസയിൽ എത്തിയതായിരുന്നു ഈ തൊഴിലാളികൾ. നാട്ടിൽ നിന്ന് വാഗ്ദാനം ചെയ്ത ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിനെ തുടർന്ന് ഇവർ ജുബൈലിലെ ലേബർ കോടതിയിൽ പരാതി നൽകിയിരിക്കുകയാണ്. തൊഴിലാളികളെ ആവശ്യപ്പെട്ടുള്ള പത്രപരസ്യത്തിലും എമിഗ്രേഷൻ രേഖകളിലും തൊഴിലാളികൾ അംഗീകരിച്ച അടിസ്ഥാന ശമ്പളം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും നാട്ടിൽ വെച്ചൊപ്പിട്ട ചൈനീസ് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലുമായി തയ്യാറാക്കിയ കരാറിൽ ശമ്പളം കുറച്ചു കാണിക്കുകയായിരുന്നു. ആദ്യ മാസത്തെ ശമ്പളം കിട്ടിയപ്പോഴാണ് തൊഴിലാളികൾക്ക് ചതി പറ്റിയത് മനസ്സിലായത്. ഇത് ചോദ്യം ചെയ്ത തൊഴിലാളികളെ അവർ തന്നെ ഒപ്പിട്ട ചൈനീസ് ഭാഷയിലുള്ള കരാർ കാണിച്ചാണ് കമ്പനി നേരിട്ടത്. ഇതിനെ തുടർന്നാണ് തൊഴിലാളികൾ കോടതിയെ സമീപിച്ചത്. 1 ലക്ഷത്തിലധികം രൂപയാണ് വിസയ്ക്കായി പലരും നൽകിയിട്ടുള്ളത്. തങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ശമ്പളവും അടിസ്ഥാന സൗകര്യങ്ങളുള്ള താമസ സൗകര്യവും കിട്ടിയാലേ ജോലിയിൽ തുടരുമെന്ന തീരുമാനത്തിലാണ് തൊഴിലാളികൾ. ജുബൈലിലെ എംബസി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകരായ ശംസുദ്ദീൻ ചെട്ടിപ്പടി, സലീം ആലപ്പുഴ, സൈഫുദ്ദീൻ പറ്റശ്ശേരി എന്നിവർ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എംബസി സംഘം കഴിഞ്ഞ ദിവസം തൊഴിലാളികളെ സന്ദർശിച്ചിരുന്നു. എംബസി തേർഡ് സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അലീം, വെൽഫെയർ ഓഫീസർ മുഹമ്മദ് ഇംദാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ആണ് സന്ദർശനം നടത്തിയത്. തുടർന്ന് എംബസി സംഘം കമ്പനി ഓഫീസ് സന്ദർശിക്കുകയും അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തു. നാട്ടിൽ നിന്നും വാഗ്ദാനം ചെയ്ത വേതനവും മറ്റാനുകൂല്യങ്ങൾ നൽകുകയോ നാട്ടിലേക്ക് തിരിച്ചയക്കുകയോ ചെയ്യണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. മീഡിയ 1 ദമാം.